താങ്കളുടെ കേസുകൾ ഞങ്ങൾ ശ്രദ്ധിക്കുന്ന സമയത്തൊക്കെ ഞങ്ങൾ ശ്രദ്ധിച്ചിട്ടുള്ളൊരു കാര്യമാണ് താങ്കൾ മനുഷ്യാവകാശ കമ്മീഷനെയോ അല്ലെങ്കിൽ അതോടൊപ്പം തന്നെ പോലീസ് കംപ്ലയിൻറ്റ് അതോറിറ്റി അത്തരത്തിലുള്ള ഒരുപാട് എന്താണ് പറയുക അർത്ഥ ജുഡീഷ്യൽ ബോഡികളുണ്ട്. ഇതിനെയൊന്നും താങ്കൾ സമീപിക്കുന്നില്ല. അതിനോടൊക്കെയുള്ള താങ്കളുടെ ആറ്റിറ്റ്യൂഡ് എന്താണ് അതിനെക്കുറിച്ച് പറയാനുള്ളത്? ഈ മനുഷ്യാവകാശ കമ്മീഷൻ, പോലീസ് കംപ്ലയിൻസ് അതോറിറ്റി ഇവർക്കൊന്നും യഥാർത്ഥത്തിലുള്ള ജുഡീഷ്യൽ പവേഴ്സൊന്നുമില്ല. ഇവർ കൂടി വന്ന് റെക്കമെൻഡ് ചെയ്യാം എന്നുള്ളതല്ലാണ്ട്, അല്ലെങ്കിൽ ശുപാർശ കേസ് എടുക്കണം എന്നൊക്കെ ശുപാർശ ചെയ്യാമെന്നുള്ളതാണ്. ഇതൊന്നും അവരുടെ ഓർഡേഴ്സും ഒന്നും ബൈൻഡിങ് അല്ല. നമ്മുടെ നിയമവ്യവസ്ഥയിൽ ബൈൻഡിങ് ആയിട്ടുള്ളൊരു ഓർഡേഴ്സും അവർക്ക് ഇറക്കാൻ പറ്റില്ല. അപ്പോൾ യഥാർത്ഥത്തിൽ ഞാനൊക്കെ ഇടപെട്ടിട്ടുള്ള പല പ്രശ്നങ്ങളിലുമുള്ള കൃത്യമായ സൊല്യൂഷൻ ഇപ്പോൾ കേസുകളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടാണെങ്കിൽ കോടതികൾ തന്നെയാണുള്ളത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ഒരു കുറ്റകൃത്യം ചെയ്തു, അല്ലെങ്കിൽ ഒരു കള്ളക്കേസ് എടുത്തു, അതിനെതിരായിട്ടുള്ള കൃത്യമായ വകുപ്പുകൾ ഇന്ത്യൻ പീനൽ കോഡിൽ പറയുന്നുണ്ട്. അതിന് നടപടിക്രമങ്ങൾ CRPCയിൽ പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മൾ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ പോയി ക്രിമിനൽ കേസ് ഫയൽ ചെയ്യണം. ഇപ്പോൾ ഒരു പോലീസ് ഉദ്യോഗസ്ഥനെതിരെയുള്ള നമ്മുടെ പരാതിയിൽ പോലീസ് വകുപ്പോ സർക്കാരോ നടപടി എടുത്തില്ലെങ്കിൽ ഒരു പ്രൈവറ്റ് കംപ്ലയിൻറ്റ് ആയിട്ട് ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ പോയിട്ട് നമ്മൾ കംപ്ലയിൻറ്റ് കൊടുത്ത് അവിടെ ഒരു കേസ് രജിസ്റ്റർ ചെയ്യിപ്പിച്ച് കോടതിയിൽ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിലാണ് കേസ് കൊണ്ടുവരേണ്ടത്. നമ്മൾ അതിനു പകരം ഒരു പോലീസുകാരൻ നമ്മളോട് അക്രമം കാണിച്ചതിന് നമ്മൾ മനുഷ്യാവകാശ കമ്മീഷൻ വഴി പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മനുഷ്യാവകാശം വെറുതെ സമയം കളയാന്നുള്ളതാണ് എന്നെ സംബന്ധിച്ചിട്ടുള്ള ഒരു സാഹചര്യം. പക്ഷേ പലരെ സംബന്ധിച്ച് ഈ പറഞ്ഞ കോടതിയിൽ കേസ് കൊടുക്കാനുള്ള ഒരു സംവിധാനങ്ങളും സഹായങ്ങളും ഇല്ലാത്തപ്പോൾ ഒരു ആശ്വാസമോ അല്ലെങ്കിൽ ഒരു റെക്കമെൻഡേഷനോ കിട്ടിക്കഴിഞ്ഞാൽ ഒരു പക്ഷേ ഇപ്പോൾ മീഡിയയുടെയോ അല്ലെങ്കിൽ രാഷ്ട്രീയ പാർട്ടികളുടെയോ അല്ലെങ്കിൽ മറ്റു പലരുടെയൊക്കെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ്. ടെക്നിക്കലി ഇപ്പം നിങ്ങൾ എന്നോട് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പറഞ്ഞ സംവിധാനങ്ങളൊക്കെ വെറും വേസ്റ്റാണ്. ഈ ക്വാസി ജുഡീഷ്യൽ ആയിട്ടുള്ള മനുഷ്യാവകാശ കമ്മീഷൻ ആണെങ്കിലും അതുപോലെയുള്ള കമ്മീഷൻസ് ആണെങ്കിലും പോലീസ് കംപ്ലയിൻസ് അതോറിറ്റി ആണെങ്കിലും ഇതിൻ്റെ ഒന്നും ഒരു ആവശ്യം ഞാൻ കാണുന്നില്ല. ഈ ഇന്ത്യൻ പീനൽ കോഡും CRPCയും ഇന്ത്യൻ എവിഡൻസ് ആക്റ്റൊക്കെ വായിച്ചു നോക്കിയിട്ട് ഞാൻ കാണുന്നില്ല. കാരണം കൃത്യമായി പ്രൊസീജിയേഴ്സ് ജുഡീഷ്യൽ കോടതികളിൽ മജിസ്ട്രേറ്റുകളുടെ മുമ്പിലും ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലൊക്കെ പോയിട്ട് ആ ജുഡീഷ്യൽ വ്യവസ്ഥയിൽ നമ്മുടെ ഭരണഘടന പറയുന്ന ജുഡീഷ്യറിയും ഭരണഘടന പറയുന്ന സ്റ്റേറ്റിൻ്റെയും സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് മുന്നോട്ട് പോകാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. ഈ പറഞ്ഞ ഏജൻസികൾക്കൊന്നും ഒരു പ്രത്യേകിച്ചൊരു റോളും ഒരു ക്രിമിനൽ പ്രോസിക്യൂഷനിലോ അല്ലെങ്കിൽ ഈവൻ ഒരു സിവിൽ കേസുകളിലൊന്നും ഒരു റോളും ഇവർക്ക് ബൈൻഡിങ് ആയിട്ടുള്ള യാതൊരു റോളും ഇവർക്കില്ല. താങ്കൾ പറഞ്ഞത് നമ്മൾ നിയമം തന്നെ പഠിച്ച് നമ്മൾ അറിവ് നേടി നമ്മൾ തന്നെ വലിയ വലിയ പോരാട്ടങ്ങൾ ചെയ്താൽ മാത്രമേ നമുക്ക് ജയിക്കാൻ പറ്റത്തുള്ളൂ എന്നാണ് പറയുന്നത്. അല്ല, ആ ഒരു തത്വമല്ല ഞാൻ പറയുന്നത്. ഞാൻ പറയുന്നത് ടെക്നിക്കലായിട്ട് ഇപ്പൊ മനുഷ്യാവകാശ കമ്മീഷൻ ഉദാഹരണം എടുത്തോ, അവർക്കൊരു ഓർഡർ ഇറക്കി ഒരാളെ പ്രോസിക്യൂട്ട് ചെയ്യാൻ പറ്റില്ലല്ലോ. അതിന് നമ്മൾ കോടതി തന്നെ പോകണം. നമ്മൾ കോടതി തന്നെ അൾട്ടിമേറ്റ്ലി നമ്മൾ കോടതി തന്നെ പോകണം. സർക്കാരിനോട് റെക്കമെൻഡ് ചെയ്യാനല്ലേ പറ്റുള്ളൂ. സർക്കാരിന് റെക്കമെൻഡ് ചെയ്യാനായിട്ട് ഒരു സംവിധാനം വെച്ചിരിക്കുന്നു. അതിന് സർക്കാരിന് ഫേവറബിൾ ആയിട്ടുള്ള ആളുകളാണ് അവരെ ഇവർ പ്രൊട്ടക്ട് ചെയ്യും. നമ്മളിപ്പോ നമ്മുടെ നാട്ടിൽ ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയ പ്രശ്നം ഈ തുല്യനീതി നടപ്പിലാക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. അതായത് ഈക്വാലിറ്റി ഓഫ് ലോ നടപ്പിലാവുന്നില്ല. നിങ്ങളൊരു ചെറിയ ആള് ഒരു വലിയ ആൾക്കെതിരെ കേസ് കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ വലിയൊരു ശക്തി അനീതി കാണിക്കുമ്പോൾ അവിടെ ചെറിയ ആളുകൾക്ക് വേണ്ടി അല്ലെങ്കിൽ നാട്ടുകാർക്ക് വേണ്ടി നാടിന് വേണ്ടി നീതി നടപ്പിലാക്കാനായിട്ട് സാധിക്കാത്ത ഒരവസ്ഥയാണ്. ആ അവസ്ഥയ്ക്ക് ഒരു മാറ്റം കൊണ്ടുവരാനായിട്ട് ഈ മനുഷ്യാവകാശ കമ്മീഷനോ പോലെ ഈ പറഞ്ഞ ഏജൻസികൾക്കൊന്നോ സാധിക്കില്ല. കാരണം അതിന് എല്ലാ ശക്തിയുമുള്ള ആളുകളാണ് ഈ ജുഡീഷ്യൽ മജിസ്ട്രേറ്റും അതിന് മുകളിലിരിക്കുന്ന ജഡ്ജിമാരും ഈ സ്റ്റേറ്റിന്റെ സംവിധാനങ്ങളൊക്കെ. അവർക്ക് ചെയ്യാൻ പറ്റാത്ത ഈ ക്വാസി ജുഡീഷ്യൽ ഏജൻസികൾക്ക് ചെയ്യാൻ പറ്റുമോ? ഇതൊക്കെ ഞാൻ മനസ്സിലാക്കുന്ന റിട്ടയർ ചെയ്ത ജഡ്ജിമാർക്കും അവർക്കൊക്കെ എന്തെങ്കിലുമൊക്കെ പദവി കൊണ്ട് ഇരുത്താനുള്ള സംവിധാനങ്ങൾക്ക് അപ്പുറത്തേക്ക് എന്തെങ്കിലും ഒരു പ്രാക്ടിക്കൽ യൂസ് ഉണ്ടെന്ന് ഞാൻ കരുതുന്നില്ല. ഞാൻ വളരെ ഡയറക്റ്റായിട്ട് അറിയാം, ദർ ഇസ് നോ പ്രാക്ടിക്കൽ യൂസ് ഫോർ ദീസ് ഏജൻസീസ് ദാറ്റ് യു മെൻഷൻഡ്. പോലീസ് കംപ്ലയിന്റ് അതോറിറ്റിയെ കുറിച്ച് എന്താണ് അഭിപ്രായം? അതിന് എന്ത് പ്രാക്ടിക്കൽ യൂസ് ആണുള്ളത്? ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ഒരു കുറ്റകൃത്യം ചെയ്തിട്ടില്ലെങ്കിൽ രണ്ട് തരത്തിലുള്ള പ്രശ്നങ്ങൾ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ഉണ്ടാക്കും. കൃത്യനിർവഹണത്തിലെ ഇടയിൽ വരുന്ന പിഴവ്, അയാളുടെ കൃത്യനിർവഹണം അയാൾ ചെയ്യാത്തൊരു കാര്യം, ക്രൈം ആവണമെന്നില്ല, പക്ഷെ കൃത്യനിർവഹണത്തിലെ പിഴവായിരിക്കും. കൃത്യനിർവഹണത്തിലെ പിഴവായിട്ട് ക്രൈം വരും, അല്ലാതും വരും. ഓക്കെ, ഇനി ക്രൈം വരും. ഇത് മൂന്നിനും നമ്മുടെ ക്രിമിനൽ കോടതികളിൽ പ്രൊവിഷൻ ഉണ്ടല്ലോ. കൃത്യനിർവഹണത്തിൽ പിഴവ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ ഡിപ്പാർട്ട്മെന്റിൽ തന്നെ പ്രൊവിഷൻ ഉണ്ടല്ലോ. ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ കവേർഡിസ് കാണിച്ചു, ഒരാൾ അക്രമം കാണിക്കുമ്പോൾ അക്രമം തടഞ്ഞില്ല, കവേർഡിസ്, അതൊരു ക്രൈം അല്ല, പക്ഷേ പോലീസ് ഡിപ്പാർട്ട്മെന്റിന് അയാൾക്കെതിരെ നടപടി എടുക്കാം. അതിനെന്തിനാണ് പോലീസ് കംപ്ലയിന്റ് അതോറിറ്റി?
DGP നടപടി എടുത്തു. സ്റ്റേറ്റ് പോലീസ് ചീഫ് എന്തിനാണ് ഇരിക്കുന്നത്? ജില്ലാ പോലീസ് മേധാവി എന്തിനാണ് ഇരിക്കുന്നത്? അപ്പോൾ ആ ഒരു പരാതി ജില്ലാ പോലീസ് മേധാവിക്ക് ലഭിക്കുമ്പോൾ അത് ഇന്റേണലി അന്വേഷിച്ച് കവേർഡിസ് കാണിച്ച പോലീസ് ഉദ്യോഗസ്ഥരുടെ നടപടി എടുക്കാൻ അങ്ങനെ എടുക്കുന്നുണ്ടല്ലോ. അപ്പോൾ അവിടെ പോലീസ് കംപ്ലൈന്റ് അതോറിറ്റിക്ക് റോളില്ല. പിന്നെ ഒരു കൃത്യനിർവഹണത്തിന്റെ ഭാഗമായിട്ട് ഒരു പോലീസ് ഉദ്യോഗസ്ഥന് ഒരു ക്രൈം കാണിച്ചു, പോലീസ് കംപ്ലൈന്റ് അതോറിറ്റിക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതും ഈ ഡിപ്പാർട്ട്മെന്റിലെ നടപടി എടുക്കുന്നത്. ഇനി കൃത്യനിർവഹണത്തിന്റെ ഭാഗമല്ലാതെ ഒരു പോലീസ് ഉദ്യോഗസ്ഥന് ഒരു ക്രൈം കാണിച്ചു, പോലീസ് ഡിപ്പാർട്ട്മെന്റിന് അല്ലെങ്കിൽ സ്റ്റേറ്റിനോ ആ ഉദ്യോഗസ്ഥനെ പ്രോസിക്യൂട്ട് ചെയ്യാം. ഇതില്ലെങ്കിൽ ഇവരെ ഒന്ന് പ്രോസിക്യൂട്ട് ചെയ്യോ? ഇവർ പ്രോസിക്യൂട്ട് ചെയ്യുമ്പോൾ നമ്മൾ പ്രൈവറ്റ് കംപ്ലൈന്റ് കൊടുക്കണം JFCM കോടതിയിൽ, എന്നാലേ അയാളെ ശിക്ഷിക്കുകയോ ഒക്കെ ഉണ്ടാവുള്ളൂ. ഓക്കെ, അപ്പോൾ ഞാൻ ഒരു ഡൗട്ട്, ഇപ്പം നമ്മൾ പ്രമാദമായ കൊല്ലത്തൊക്കെ ആണെങ്കിൽ പല പോലീസ് സ്റ്റേഷനിലും നിരപരാധിയായിട്ടുള്ള ആളുകളെ ഉപദ്രവിച്ച് അവർക്കെതിരെ കേസെടുക്കാറുണ്ട്. പോലീസ് എടുത്തിട്ട് നല്ല രീതിയിൽ ഉപദ്രവിച്ചതിന് ശേഷം അവർക്കെതിരെ കേസെടുക്കും, തല്ലിച്ചതിന് ശേഷം കേസെടുക്കാറുണ്ട്, കൃത്യനിർവഹണം തടസ്സപ്പെടുത്തി എന്നൊക്കെ പറഞ്ഞ് കേസെടുക്കാറുണ്ട്. അത്തരം ഈ കേസുകളെല്ലാം തന്നെ അന്വേഷിക്കുന്നത് ആ പോലീസ് സേനയിലുള്ള ആളുകൾ തന്നെയാണ്. എന്നിട്ട് നമ്മൾ അവസാനം കേസിൻ്റെ റിസൾട്ടൊക്കെ അന്തിമ ഘട്ടത്തിലേക്കൊക്കെ വരുമ്പോൾ, അല്ലെങ്കിൽ തുടക്കത്തിലൊക്കെ മീഡിയയൊക്കെ ശ്രദ്ധിക്കും, അവസാന ഘട്ടത്തിലേക്കൊക്കെ വരുമ്പോൾ പോലീസുകാർ തന്നെ ഈ അന്വേഷിക്കുന്ന പോലീസുകാർ തന്നെ ഈ പോലീസുകാരെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ അല്ലെങ്കിൽ അവരെ തിരിച്ചെടുക്കുന്ന രീതിയിൽ അവർക്ക് അനുകൂലമായിട്ടാണ് റിപ്പോർട്ടുകൾ ഉണ്ടാക്കുന്നത്. അതിനെ നോർമലൈസ് ചെയ്യുന്നുണ്ട് അവർ ചെയ്യുന്ന കുറ്റകൃത്യത്തെ. അതിനെന്താണ് അപ്പോൾ ഒരു സൊല്യൂഷൻ? അപ്പോൾ ഈ പോലീസിനെതിരെ ആണെങ്കിൽ അന്വേഷണ റിപ്പോർട്ട് കോടതി കൊടുക്കേണ്ട പോലീസുകാരാണല്ലോ. അതിന് നമ്മൾ മനസ്സിലാക്കേണ്ട ചില വസ്തുതകളുണ്ട്. ചില ഇംഗ്ലീഷ് സിനിമകൾ കണ്ടിട്ടുണ്ടെങ്കിൽ ചില ലീഗൽ ത്രില്ലേഴ്സും ഒക്കെ ഇംഗ്ലീഷ് സിനിമ കണ്ട ഒരു കാര്യം നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റും. പ്രതിഭാഗത്തിന്റെ വക്കീലുണ്ടല്ലോ, ഇപ്പൊ ക്രൈം സീൻ, കൊലപാതക സീൻ, പ്രതിഭാഗത്തിന്റെ വക്കീൽ ക്രൈം സീനിൽ പോയി എവിഡൻസ് കളക്ട് ചെയ്യും. നമ്മളോട് ആരാ പറഞ്ഞ ഈ എവിഡൻസ് കളക്ട് ചെയ്യുന്നത് പോലീസിന്റെ മാത്രം പണിയാണെന്ന്? അല്ല, താങ്കൾ പോലീസ് സ്റ്റേഷനിനുള്ളിൽ ഇട്ടിടിച്ച ഒരാളുടെ എവിഡൻസ് നമുക്ക് എങ്ങനെയാണ് ഒരു പോലീസ് സ്റ്റേഷനുള്ളിൽ പോയി കളക്ട് ചെയ്യാൻ പറ്റുന്നത്? നമുക്ക് അതിന്റെ പെർമിഷൻ കോടതികളിൽ നിന്ന് എടുക്കാൻ പറ്റും. നമ്മൾ നടന്ന കഴിഞ്ഞ സംഭവമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പൊ ഈ പെർട്ടിക്കുലർ എക്സാമ്പിൾ അങ്ങനെ ഒരു എവിഡൻസുകൾ ഉണ്ടാവണമെന്നില്ല. ഞാൻ പറഞ്ഞു വരുന്നത് ഇപ്പോൾ അവിടെ ആരൊക്കെ ഉണ്ടായിരുന്നു, എന്തുണ്ടായിരുന്നു, സമയം, റിപ്പോർട്ട്സിന്റെ പലതിനും RTI വെച്ചെടുക്കാം. പിന്നെ പല തെളിവുകളും കോടതികളുടെ പെർമിഷനോടുകൂടി പലരുടെയും മൊഴികൾ, ഒരു സംഭവം ഇങ്ങനെയുള്ള സംഭവം പലപ്പോഴും മൊഴികൾ രേഖപ്പെടുത്തുന്നതിനാണുള്ള കാര്യമുള്ളത്. അപ്പോൾ ആ മൊഴി രേഖപ്പെടുത്തുന്നതിലും ക്രോസ് എക്സാമിനേഷനിലൊക്കെയാണ് വസ്തുതകൾ പുറത്തു വരുന്നത്, മനസ്സിലായി? അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ഈ പറഞ്ഞ ഈ അന്വേഷിക്കുന്ന ഇപ്പോൾ ഏജൻസി അന്വേഷണം ചില സന്ദർഭങ്ങളിൽ there will be no other option, ചില സന്ദർഭങ്ങളിൽ. പക്ഷെ നല്ലൊരു ശതമാനം സന്ദർഭങ്ങളിലും അന്വേഷണം നമുക്ക് നടത്താൻ പറ്റും, നമ്മുടെ വക്കീലിന് നടത്താൻ പറ്റും. അന്വേഷണം എന്ന് പറഞ്ഞാൽ തെളിവുകൾ ശേഖരിക്കുക എന്നുള്ളതാണ്. ഇപ്പൊ തെളിവുകൾ ശേഖരിച്ചപ്പോൾ നമ്മൾ ഡിഫൻസ് ആണ്, ഇപ്പൊ കള്ളക്കേസുകളിലാണെങ്കിൽ ഡിഫൻസ് നമുക്ക് ക്ലീൻ ആയിട്ട് ചെയ്യാൻ പറ്റും, നമ്മൾ പ്രോപ്പറായിട്ട് അന്വേഷണങ്ങൾ നടത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ കള്ളക്കേസ് എടുത്തു എന്ന് പറയുമ്പോൾ തന്നെ അതിനെതിരെ ഒരു മലീഷ്യസ് പ്രോസിക്യൂഷന് വേണ്ടിയുള്ള കൗണ്ടർ കേസ് നമുക്ക് ഫയൽ ചെയ്യാൻ പറ്റും. എവിഡൻസ് നമ്മൾ മാക്സിമം നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ കളക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ പറഞ്ഞ ഒരു പോലീസ് സ്റ്റേഷനുള്ളിലാണെങ്കിൽ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ അവർക്കെതിരെ സാക്ഷിമൊഴികൾ പോലീസുകാർ പറയത്തില്ലല്ലോ, ഇടിച്ചിട്ട് കഴിഞ്ഞാൽ ജോലി തരാം. അപ്പോൾ ആ സാഹചര്യത്തിൽ നമ്മൾ എന്താണ് പറയുക, അവരെ പക്ഷേ അവർക്ക് അനുകൂലമായിട്ട് സാക്ഷി ഇടിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ മുറിവുകൾ ഉണ്ടാവുമല്ലോ, അല്ലെങ്കിൽ മെഡിക്കോ ലീഗൽ റിപ്പോർട്ട്സ് ഉണ്ടാവുമല്ലോ, ആശുപത്രി ചികിത്സ. ആ സമയത്ത് അയാൾ ഇന്ന സ്ഥലത്തായിരുന്നു എന്നുള്ളതിന്റെ തെളിവുകൾ ഉണ്ടാവുമല്ലോ, ആ സമയം പോലീസ് കസ്റ്റഡിയിൽ ആയിരുന്നു അല്ലേ എന്ന തെളിവുകൾ ഉണ്ടാവുമല്ലോ. അപ്പോൾ ആ മുറിവുകൾ ആ സമയത്താണ് വന്നതെന്ന് ഡോക്ടറിന്റെ റിപ്പോർട്ടുകൾ ഉണ്ടെങ്കിൽ, ഹോസ്പിറ്റൽ റിപ്പോർട്ടുകൾ ഉണ്ടെങ്കിൽ, ആ സമയം പോലീസ് സ്റ്റേഷനിലായിരുന്നു, പോലീസ് കസ്റ്റഡിയിലായിരുന്നു എന്ന് അവരുടെ തന്നെ റിപ്പോർട്ട്സ് ഉണ്ടാവും. അതൊക്കെ വെച്ചിട്ട് ഇതൊക്കെ കൊറാബറേറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് നല്ല വക്കീലാണെങ്കിൽ ചെയ്യാൻ പറ്റും. അപ്പൊ തെളിവുകൾ പല രീതിയിലുണ്ടാവും, നടന്ന സംഭവത്തിന്റെ തെളിവുകൾ പല രീതിയിലുണ്ടാവും. ഇത് കോടതിയിൽ തെളിവുകൾ എത്തുന്നത് അവർക്ക് അനുകൂലമായിട്ടായിരിക്കും എന്നുള്ളതാണ് പ്രശ്നം, അല്ലെങ്കിൽ നമുക്ക് അനുകൂലമായ തെളിവുകൾ കോടതിയിൽ എത്തുന്നില്ല എന്നുള്ളതായിരിക്കും ഒരു പ്രശ്നം. അപ്പൊ ഈ പ്രശ്നം റിസോൾവ് ചെയ്യാണ്ട് പോലീസ് കംപ്ലൈന്റ് അതോറിറ്റിയിലേക്കോ മനുഷ്യാവകാശ കമ്മീഷനിലേക്കോ പോയിട്ട് യാതൊരു കാര്യമില്ല. അൾട്ടിമേറ്റ്ലി തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് വിധികൾ വരുന്നത്. അപ്പോൾ അത് ഞാൻ പറഞ്ഞത് ഈ ഇത്തരം ഏജൻസികളുടെ പ്രാക്ടിക്കൽ അല്ല എന്ന് പറയുന്നതിൻ്റെ പ്രശ്നം ഇപ്പോൾ നാട്ടിൽ നീതി നടപ്പിലാവാത്തതിൻ്റെ പ്രധാനപ്പെട്ട അടിസ്ഥാനപരമായ കാരണം യഥാർത്ഥ തെളിവുകൾ കോടതിയിൽ അവതരിപ്പിക്കപ്പെടുന്നില്ല. അതാണ് ഞാൻ അണ്ടർലൈൻ ചെയ്യുന്ന ഒരു പോയിന്റ്. വക്കീലന്മാർ അത് പറയേണ്ട കാര്യങ്ങൾ പറയുന്നില്ല. വക്കീലന്മാരായിട്ടോ അന്വേഷണ ആയിട്ടോ ഒന്നും തന്നെ തെളിവുകൾ അവിടെ എത്തുന്നില്ല. ജഡ്ജിമാർക്കൊന്നും ചെയ്യാൻ പറ്റില്ല. തെളിവില്ലാണ്ട് ജഡ്ജിക്ക് കാര്യം ഈ കൊടുക്കേണ്ട ആളുകൾ ചെയ്യുന്നില്ല. ഒന്നിലെ വക്കീലാവാം അല്ലെങ്കിൽ പോലീസുകാരാവാം. ഇത് ഇവർ കറക്റ്റായിട്ട് ചെയ്യാത്തതുകൊണ്ടാണ്. അതായത് ആ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ആർഗ്യുമെന്റ്സ് റേസ് ചെയ്യാൻ പറ്റുള്ളൂ. ഈ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് നമുക്ക് ലോജിക്ക് പ്രസന്റ് ചെയ്യാൻ പറ്റുള്ളൂ, മനസ്സിലായി? അപ്പൊ ഈ തെളിവുകൾ കോടതിയിൽ എത്താത്തോടത്തോളം കാലം യഥാർത്ഥ കുറ്റവാളിയെ ശിക്ഷിക്കുകയോ അല്ലെങ്കിൽ കുറ്റം ചെയ്യാത്ത ആളെ സംരക്ഷിക്കാൻ പറ്റുന്ന സാഹചര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പൊ തെളിവുകൾ കോടതിയിൽ പ്രസന്റ് ചെയ്യാനായിട്ട് പറ്റാത്തതാണ് നമ്മുടെ പ്രശ്നം.
അതിനുള്ള ഒരു പരിഹാരമല്ല മനുഷ്യാവകാശ കമ്മീഷൻ, അതിനുള്ള ഒരു പരിഹാരമല്ല പോലീസ് കംപ്ലൈന്റ് അതോറിറ്റി. ഇപ്പോൾ ഏതെങ്കിലും ഒരു ഉദ്യോഗസ്ഥൻ അദ്ദേഹത്തിന്റെ കാര്യങ്ങൾ ചെയ്യുന്നത് നമുക്ക് ഹൈക്കോടതിയിൽ റിട്ട് പെറ്റീഷൻ ഫയൽ ചെയ്യാലോ. അത്രയും പവർഫുൾ ആയിരിക്കില്ലല്ലോ ഒരിക്കലും ഈ മനുഷ്യാവകാശ കമ്മീഷന്റെയോ പോലീസ് കംപ്ലൈന്റ് അതോറിറ്റിയുടെ നടപടി. ഇപ്പോൾ നമ്മളൊരു നിയമപരമായ കാര്യം ആവശ്യപ്പെട്ടുകൊണ്ട് ചീഫ് സെക്രട്ടറിക്കോ DGPക്കോ ഒരു ലെറ്റർ നമുക്ക് അനുകൂലമായിട്ട് ഒരു ഓർഡർ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഇത് നമ്മൾ ഹൈക്കോടതിയിൽ കൊടുക്കാനോ അല്ലെങ്കിൽ അതിനൊന്നും വരത്തില്ല. ഡിപ്പാർട്ട്മെന്റൽ എൻക്വയറിക്കോ അങ്ങനെ മനുഷ്യാവകാശ കമ്മീഷന്റെ പോലീസ് കംപ്ലൈന്റ് അതോറിറ്റിയിൽ നമുക്ക് അനുകൂലമായിട്ട് ഒരു ഉത്തരവ് കിട്ടിക്കഴിഞ്ഞാൽ ആ ഉത്തരവിന്റെ ബലത്തിൽ നമുക്ക് ഇവരെതിരെ ഏതെങ്കിലും ആക്ഷൻ എടുക്കാൻ പറ്റും. ഉത്തരവത്തിന്റെ അതിനൊക്കെ റെക്കമെൻഡിങ് പവേഴ്സ് മാത്രമേ ഉള്ളൂ, അതൊന്നും ബൈൻഡിങ് അല്ല. ഇപ്പൊ മനുഷ്യാവകാശ കമ്മീഷന്റെ ഒന്നും ഒരു ഓർഡേഴ്സ് ഒന്നും ബൈൻഡിങ് അല്ല, റെക്കമെൻഡ് ചെയ്യാന്ന് മാത്രമേ ഉള്ളൂ. അത് ചില ജഡ്ജിമാരത് പരിഗണിക്കും, അതിനെക്കുറിച്ച് പോസിറ്റീവായിട്ട് ചില ജഡ്ജ്മെന്റുകളൊക്കെ എഴുതി ഞാൻ കണ്ടിട്ടുണ്ട്. അതൊന്നും ബൈൻഡിങ് അല്ല, അവർക്ക് കംപ്ലീറ്റ്ലി ഇഗ്നോർ ചെയ്യാം. നമുക്ക് കൃത്യമായിട്ട് CRPC ഒരു പ്രൊസീജിയർ പറഞ്ഞിട്ടുണ്ട്, ഭരണഘടന ഒരു പ്രൊസീജിയർ പറഞ്ഞിട്ടുണ്ട്. ഈ ഭരണഘടനയുള്ള സാധനങ്ങളൊന്നും അല്ല ഈ പോലീസ് കംപ്ലൈന്റ് അതോറിറ്റിയും ഇതൊന്നും കോടതികളുടെ പവേഴ്സ് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ഇവിടെ കോടതികൾ, ആ കോടതിയുടെ അഡ്മിനിസ്ട്രേറ്റീവ് പവേഴ്സ് ഹൈക്കോടതിക്കാണ്. ഹൈക്കോടതിയുടെ അഡ്മിനിസ്ട്രേറ്റീവ് പവറിന്റെ കീഴിലാണ് ഈ പറഞ്ഞ നമ്മുടെ JVCM കോടതി മുതലുള്ള ജില്ലാ കോടതികളും എല്ലാ കോടതികളും ഹൈക്കോടതിയുടെ കീഴിലാണ്. ഈ മനുഷ്യാവകാശ കമ്മീഷൻ ഈ ഒരു സിസ്റ്റത്തിനകത്ത് വരുന്ന സാധനമേ അല്ല. അപ്പൊ നിയമ പോരാട്ടങ്ങൾക്ക് കൃത്യമായ പോംവഴികളും അതിന്റെ മാർഗങ്ങളും അതിന്റെ കൗണ്ടർ മാർഗങ്ങളും ഒക്കെ ഈ പറഞ്ഞ ഭരണഘടന, പാർലമെന്റ് പാസ്സാക്കിയ ആക്ടുകൾ, സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് പാസ്സായ ആക്ടുകൾ, ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ജുഡീഷ്യറി, പ്രോസിക്യൂഷൻ ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് അവിടെ ഓൾറെഡി കിടപ്പുണ്ട്. അത് ഉപയോഗിച്ചാൽ മാത്രം മതി. അത് ഉപയോഗിക്കുന്നതിന് ഈ പറഞ്ഞാൽ തെളിവുകൾ ഹാജരാക്കാണ്ട് ഇവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ കോടതികൾക്ക് കോടതിയുടെ മുമ്പിൽ തെളിവുകൾ വരാണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല.